നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഹരിദ്വാറിലാണ്. ഹരിദ്വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിലോട്ടും ശിവനിലോട്ടും. ഹരി എന്ന് പറഞ്ഞാൽ വിഷ്ണു, ഹരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻ. അന്നേരം അവരിലേക്കുള്ള വഴി, അതാണ് ശരിക്കും ഹരിദ്വാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സകല പാപങ്ങളും, ഈ ജന്മത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും, മുൻജന്മ പാപങ്ങളും കഴുകിക്കളയാനും വേണ്ടി ശക്തിയുള്ള ഗംഗാ നദിയിലെ സ്നാനമാണ് ഇവിടുത്തെ പ്രധാന ഒരു ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാല്. കൂടാതെ തന്നെ ഗംഗാ ആരതിയുണ്ട്. നമ്മളിനിയിപ്പം പോകാൻ പോകുന്ന മനസാദേവിയുടെ ടെമ്പിളിലോട്ടാണ്. മനസാദേവിയുടെ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവന്റെ മാനസപുത്രി, ശിവന്റെ മനസ്സിൽ നിന്നുണ്ടായവൾ. ചില മലയാളി യൂട്യൂബ് ചാനലുകളൊക്കെ മാനസദേവി എന്നും ഈ മനസാദേവിയെ പറയാറുണ്ട്. പക്ഷെ ഇവിടുത്തെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ മനസാദേവി എന്ന് തന്നെയാണ്. എന്നിട്ട് അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാഗങ്ങളുടെയും വിഷത്തിന്റെയൊക്കെ ദേവതയായിട്ടാണ് മനസാദേവിയെ കണക്കാക്കുന്നത്. വാസുകിയുടെ അനിയത്തിയായിട്ടും മനസാദേവിയെ കണക്കാക്കുന്നുണ്ട്. അവിടെ ഒരു ശക്തിപീഠമുണ്ട്. അവിടെ നമ്മള് ചരട് കെട്ടുകയാണെങ്കിൽ നമ്മളുടെ ആഗ്രഹം സബലീകരിക്കുമെന്നും, അന്നേരം ആഗ്രഹം സബലീകരിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടെ വന്ന് ഒന്നുകൂടെ ചരട് കെട്ടുമ്പോഴത്തേക്കാണ് ശരിക്കും അതിന്റെ പൂർണ്ണത കൈവരിക്കുന്നത്. അന്നേരം എല്ലാവർക്കും നമ്മളുടെ ഹരിദ്വാർ വീഡിയോയിലോട്ട് സ്വാഗതം. സുഹൃത്തുക്കളെ, അന്നേരം നമ്മളിപ്പോൾ നേരെ ചണ്ഡീദേവിയുടെ അമ്പലത്തിലോട്ടാണ് പോകുന്നത്. ഇവിടെ ആണെങ്കിൽ കൗണ്ടറിൽ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ റോപ്വേയുടെ ഉൾപ്പെടെയുള്ള ചാർജിലാണ് ചേർത്ത് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് അവിടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യാറുണ്ട്. അതായത് ഇപ്പം മനസാദേവിയുടെ അവിടുത്തെ റോപ്വേയുടെ പണി നടക്കുന്നുണ്ട്. മനസാദേവിയുടെ അടുത്ത് നമ്മൾ നടന്നു തന്നെ പോകേണ്ടി വരും. ഏകദേശം ഒരു 8 കിലോമീറ്റർ ഉണ്ട്. 1 മണിക്കൂർ അങ്ങോട്ടും 1 മണിക്കൂർ ഇങ്ങോട്ടും നടക്കാൻ വേണ്ടിയുണ്ട്. അത് നമ്മൾ അത് സ്കിപ്പ് ചെയ്തിട്ട് നേരെ ചണ്ഡീദേവിയുടെ ടെമ്പിളിലോട്ടാണ് പോകുന്നത്. അവിടെ ആണെങ്കിൽ റോപ്വേ എപ്പോഴും വർക്കിംഗ് ആകുന്നുണ്ട്. ചണ്ഡീദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർവതിയുടെ ഉഗ്രസ്വരൂപമായിട്ടുള്ള ഒരു രൂപമാണ് ചണ്ഡീദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ശക്തിപീഠങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ശുംഭ നിശുംഭൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 അസുരന്മാരെ വധിച്ചതിന് ശേഷം പാർവതി ദേവി വിശ്രമിച്ച സ്ഥലമാണ് ഈ ഹരിദ്വാറിലുള്ള ചണ്ഡീദേവി ക്ഷേത്രം. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. ഏകദേശം ഒരു അരമണിക്കൂർ അടുപ്പിച്ച് നമ്മൾ ക്യൂ നിന്നിട്ടാണ് കയറിയത്. പിന്നെ അകത്ത് വീഡിയോ അലോഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല. അതിനുശേഷം നമ്മൾ ദേവിയെ തൊഴുതതിന് ശേഷം അടുത്ത് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് തൊഴുവാനൊക്കെ പറ്റി. അതിനുശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ ഈ ചരട് കെട്ടുന്ന ആഗ്രഹ സബലീകരണത്തിൻ്റെ ചരട് കെട്ടുന്ന ചടങ്ങുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കൾ, നമ്മൾ ഈ ഇറങ്ങി വരുന്ന വഴിയിലാണ് ഇതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് നമുക്ക് പല ഉപദേവതകളുടെ ഭദ്രകാളിയുടെയും ഹനുമാൻ സ്വാമിയുടെയും ദുർഗാദേവിയുടെയും ഒക്കെ പ്രതിഷ്ഠകൾ വേറെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതിൽ പല പ്രതിഷ്ഠകളിലും നമുക്ക് അകത്ത് കയറി കാല് തൊട്ട് തൊടുവാൻ വേണ്ടിയുള്ളൊരു സൗകര്യങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ കെട്ടുവാണ്. കുരങ്ങൻ കടിച്ചുകൊണ്ട് പോകരുത്. രണ്ടൊന്ന് കുരങ്ങന്മാരൊക്കെ ഉണ്ട്. സുഹൃത്തുക്കളെ, അന്നേരം ഇവിടെ വന്ന് ചേർത്ത് കെട്ടി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹങ്ങൾ സബലീകരിക്കുമെന്നാണ് വിശ്വാസം. അന്നേരം നമ്മളുടെ ഒരു ആഗ്രഹം അനുസരിച്ച് നമ്മൾ കെട്ടുവാണ്. എന്നിട്ട് നമ്മൾ ആഗ്രഹം സബലീകരിക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും വരും ഇത് കെട്ടാനും വേണ്ടി. അതാണ് ഇവിടുത്തെ ഒരു രീതി. അങ്ങനെ നമ്മൾ ഐഷാമ ഇവിടുന്ന് അന്നദാനം കഴിക്കുമായിരുന്നു. അമ്മയുടെ ആത്മീയ ജീവിതത്തിൽ ഈ അന്നദാനത്തെ കുറിച്ച് എന്താണ് പറയാൻ വേണ്ടിയുള്ളത്? വളരെ സൂപ്പർ ആയിട്ടുണ്ടോ? കൊള്ളാമോ? അത് ഐഷാമയ്ക്ക് ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ തിരിച്ചിറങ്ങുന്ന വഴിക്ക് നമുക്ക് ഗംഗാനദിയുടെ കൈവഴിയൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ ചണ്ഡീദേവിയുടെ അമ്പലവും മനസാദേവിയുടെ അമ്പലവും 2 മലകളിലെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അതിൻ്റെ നടുക്കൂടാണ് ഗംഗ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ചീവീടുകളുടെ ശബ്ദമൊക്കെ അവിടെ എവിടെയായിട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് അടിപൊളി എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഉണ്ണിക്ക് ഒരു പാപ്പ കൊടുത്തു. ഉണ്ണിക്ക് ഇവിടെ പാപ്പ തിന്നുന്നതാണ് എക്സ്പീരിയൻസ്. അല്ലാതെ ഇവിടെ പേടി എന്തോന്നും അറിയാനുള്ള പ്രായമായിട്ടില്ലാത്തതുകൊണ്ട് ഇരിക്കുകയാണ്. പക്ഷേ പൊതുവെ കുട്ടികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് കഷ്ടപ്പെടും. പിന്നെ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കരുതാമെങ്കിൽ കുഴപ്പമില്ല. അവർക്ക് വെള്ളവും കൊടുത്തിരുന്നാൽ മതി. തിരിച്ച് നമ്മൾ ഗംഗാതീരത്ത് എത്തിയിരിക്കുകയാണ്. ഭഗീരഥ രാജാവിൻ്റെ പൂർവികരായ സഗര രാജാവിൻ്റെ 60,000 പുത്രന്മാർ കപില മഹർഷിയുടെ ശാപത്താൽ ഭസ്മമായി പോയിരുന്നു. അവർക്ക് മോക്ഷം കിട്ടുന്നതിന് ശിവനെ തപസ് ചെയ്ത് സ്വർഗത്തിലെ നദിയായ ഗംഗയെ ഭൂമിയിലെത്തിച്ച് അവരുടെ ഭസ്മം അതിലോട്ട് ഒഴുകിയപ്പോഴത്തേക്കാണ് ശരിക്കും അവർക്ക് മോക്ഷം കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ആളുകൾ ഭസ്മം കൊണ്ടുവന്ന് ഗംഗാ നദിയിൽ ഒഴുക്കുന്നത്. അന്നേരം ആ ആത്മാവിന് മോക്ഷം കിട്ടുന്നതെന്നാണ് വിശ്വാസം. നമ്മൾ ഗംഗയിലോട്ട് മുങ്ങാൻ പോവാണ്. ഇതിലൂടെ ഭയങ്കര ഒഴുക്കാണ്. ഇപ്പം ചൂടാണ്ട് ഇതായിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് സ്ഥലത്തല്ലാതൊന്നും ഇവിടെ അങ്ങോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഭയങ്കര ഭാരമാണ്. എന്തായാലും ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഇതാകാൻ പോയി. നമ്മൾ വന്നപ്പോൾ ശിവലിംഗം കിട്ടായി വെള്ളം ചെയ്തിട്ടില്ലായിരുന്നു. എന്നാലും അവർ മുങ്ങാൻ പോവാണ്. അങ്ങനെ നമ്മളെ പാവങ്ങളെല്ലാം കഴുകി കളഞ്ഞിട്ട് ചെയ്യാൻ പോകുന്ന പാവങ്ങളൊന്നും പോകുന്നില്ല. ഇതുവരെ ചെയ്തോളെല്ലാം പോയിരിക്കുന്നു.
ഭാര്യ ഭർത്താക്കന്മാർ ഇവിടെ വന്നിട്ട് ഇതിനൊക്കെ വിളക്ക് കത്തിച്ചാൽ ഇതിനും ആരതി എന്ന് തന്നെയാണ് പറയുന്നത്. അവിടെ തിരിയും കത്തിച്ച് പൂക്കളമൊക്കെ ആയിട്ടുള്ള ഇവിടെ വാങ്ങിക്കാൻ കിട്ടി 20 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. അന്നേരം ഇത് കത്തിച്ചിട്ട് ഇങ്ങനെ ഒഴുക്കി കഴിഞ്ഞാൽ ദീർഘസുമുഖരിയായിട്ട് വർഷങ്ങളോളം ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം. സുഹൃത്തുക്കളെ, അന്നേരം നമ്മൾ ഗംഗ ആരതി കാണാനും വേണ്ടി പയ്യെ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഉണ്ണിയായി ഒരു ഹായ് പറ. അന്നേരം സ്പേഷകൾക്കൊക്കെ നമ്മുടെ ഉണ്ണിയും വേണ്ടി ഹായ് ഒക്കെ തന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അന്നേരം ഹരിദ്വാറിൽ വെച്ചിട്ട് പൊട്ടിടുന്ന ഒരു രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഗംഗാരതി നടക്കുന്ന സ്ഥലം. അന്നേരം ഗംഗാ ആരതിക്ക് മുന്നായിട്ട് ഗംഗാദേവിയുടെ പ്രതിഷ്ഠയൊക്കെ ഇവിടെ കൊണ്ടുവന്നിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് ഇവിടെയും വെച്ചിട്ടുണ്ട്. അന്നേരം എല്ലാ ആരതിയുടെ ദീപം കത്തിക്കുന്നിടത്തും അവിടെ ഒരു പ്രതിഷ്ഠ ഒരു സംഭവം വെച്ച് മാലയൊക്കെ ഇട്ടതിന് ശേഷമാണ് ആരതി തുടങ്ങുന്നത്. സുഹൃത്തുക്കളെ, അന്നേരം ഈ ആരതി കാണാനും വേണ്ടി കുരങ്ങന്മാരിങ്ങനെ വരുന്ന ഒരു സീനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കുരങ്ങന്മാർ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. ആരതിയുടെ ടൈം ആകുമ്പോഴത്തേക്ക് ഇത് കഴിഞ്ഞ തവണ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടുള്ള ഒരു സംഭവമാണ്. ഈ ഒരു ടൈമിൽ എല്ലാവരും അവിടെ ഇങ്ങനെ ഇരിക്കാറുണ്ട്. സുഹൃത്തുക്കളെ, ഈ ഗംഗാരതിയുടെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 6-ന് 7-ന് ഇടയ്ക്കാണ്. അന്നേരം ഈ മുമ്പേ തന്നെ ഒരു 4:30 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ മുമ്പേ വന്ന് എൻ്റെ ഫ്രണ്ടിൽ സ്ഥലം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇത് നമുക്ക് അടുത്ത് ഗംഗാരതി കാണാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ തവണ നമ്മൾ ഹരിദ്വാർ വീഡിയോക്കകത്ത് ഒരുപാട് ദൂരെയായിരുന്നു നമുക്ക് കിട്ടിയത്. പിന്നെ പ്രത്യേകിച്ച് വീക്കെൻഡുകൾ വരാതിരിക്കുക. വീക്കെൻഡുകളിൽ നല്ല ക്രൗഡായിരിക്കും. ഇവൻ വീക്ക് ഡേയ്സ് ആയിട്ട് പോലും ഈ ഒരു ക്രൗഡ് നമുക്ക് കാണാനും വേണ്ടി കഴിയുന്നുണ്ട്. അന്നേരം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.